ഹായ്, എല്ലാവരും മറന്ന് ചാനലുകാർ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇപ്പൊ വന്നത്. 18 വയസ്സ് തികഞ്ഞപ്പോഴത്തേക്കും മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പയ്യനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. 2 ദിവസം മുമ്പ് നടന്ന കൊല്ലത്തെ ഒരു ഉത്സവത്തിന്റെ ഇടയിൽ 3-4 പേര് ചേർന്നിട്ട് തല അടിച്ചു പൊട്ടിച്ച് മരണത്തിലേക്ക് കൊണ്ടെത്തിച്ച ഒരു പയ്യനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ഈ കാര്യം നിസാരമാക്കി വിടേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ ഈ കേരളത്തിൽ കേൾക്കാൻ പാടില്ലാത്ത ന്യൂസുകളാണ് ഇപ്പൊ തൊട്ടടുത്തായിട്ട് അടുപ്പിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നമ്മൾ ശക്തമായി തന്നെ പ്രതികരിക്കണം. നമ്മൾ വിചാരിക്കുന്ന പഴയ ന്യൂസ് ചാനലുകളൊന്നും അല്ല ഇപ്പോഴത്തെ ന്യൂസ് ചാനല്. അവരൊക്കെ പുതുമ തേടി പോകുന്നതാണ്. ഈ ഒരു മരണത്തെ കുറിച്ചിട്ട് എത്ര പേര് എത്ര നിസാരമായിട്ടാണ് ഓരോ ചാനലുകാരൊക്കെ ഇതിനെ കുറിച്ചിട്ട് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ ഇന്നലെ ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിന്റെ പേരിൽ 1 രൂപക്ക് ഒരു ഷൂ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവിടെ എത്തിയ ജനലക്ഷങ്ങളെ ആ ഷോപ്പ് ഉടമ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വലിയൊരു ന്യൂസ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ നഷ്ടപ്പെട്ടത് ഒരു അമ്മക്ക് മോനാ. 18 കൊല്ലം കൈ വളരുന്നുണ്ടോ, കാല് വളരുന്നുണ്ടോ, അവന്റെ ഇഷ്ടങ്ങൾ എന്താ, ഇഷ്ടക്കേടുകൾ എന്താ എന്ന് മനസ്സിലാക്കി കൊഞ്ചിച്ച് താളിച്ച് വളർത്തിയ ഒരു മോനെ നിസാരമായിട്ട് 3-4 ആളുകൾ കൂടിയിട്ട് കൂട്ടത്തോടെ ആക്രമിച്ചിട്ട് അവന്റെ തലക്കടിച്ച് ആ തലയോട്ടി വരെ പൊട്ടുന്ന സൗണ്ട് നമ്മൾ കേട്ടതാണ്. ഇത്രയും ക്രൂരമായിട്ടാണ് ആ കുഞ്ഞിനോട് അവർ പെരുമാറിയിട്ടുള്ളത്. അത് നമുക്ക് ആ വീഡിയോസിലെല്ലാം കണ്ടാൽ മനസ്സിലാവും. സത്യം പറയാലോ, ഇവിടെയൊക്കെയാണ് സൗദിയുടെ നിയമം വരണം, സൗദിയുടെ ഭരണകൂടം വരണം എന്ന് ആഗ്രഹിച്ചു പോകുന്നത്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടെങ്കിൽ അവന് പിന്നെ പുറലോകം എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഇല്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് ജീവനോടെ ആവൂല. കൊന്നവനെ കൊല്ലുക എന്നുള്ള ശരീഅത്ത് നിയമമാണ് ഈ അറബ് രാജ്യങ്ങള് മിക്കതും സ്വീകരിക്കുന്നത്. ശരിക്കും അത്തരത്തിലുള്ള നിയമം തന്നെ ഇവിടെ വരണം. അപ്പോഴേ ഏത് ലഹരിമയാണെങ്കിലും എത്ര വലിയ ലഹരിമയാണെങ്കിലും അവനൊന്ന് ചിന്തിക്കുള്ളൂ, ഞാൻ ഈ ലഹരിമ ചെയ്താലും എനിക്കത് കിട്ടുന്നുള്ളത്. നിങ്ങൾ നോക്കിയേ, ഈ 4 പേര് ഒരു പട്ടിഷോടെ പേരും പറഞ്ഞിട്ട് ഒരു ചെറിയ പയ്യനെ ഇത്രയും പോകുന്ന ആളുകൾ കൂടിയിട്ടാണ് പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി ചതക്കുന്നത്. ഇവർക്കൊക്കെ ഈ പ്രായത്തേക്കാൾ പ്രായമുള്ള മക്കളുണ്ടാവും. ഇതിപ്പോ പറയുമ്പോ നമുക്ക് പറയാം അവർക്കെതിരെ നിയമ നടപടി ഉണ്ട്, ജയിലിലാക്കി എന്നുള്ളത്. നിങ്ങൾ കുറിച്ച് വെച്ച എന്റെ ഈ വാക്ക് മറ്റൊന്നുമല്ല. ഇവരില്ലേ 90 ദിവസം കൊണ്ട് ഇവരിറങ്ങും. കാരണം ഒരു കൊലപാതകത്തിന് നമ്മുടെ നാട്ടിലെ നിയമം, ആ കൊലപാതകം തെളിയുന്നത് വരെ ആ പ്രതിക്ക് ജാമ്യം കിട്ടും. എങ്ങനെ അറിയോ? ഫസ്റ്റിലെ 90 ദിവസം കിടക്കണം, പിന്നീട് ആ പ്രതിക്ക് ജാമ്യം കൊടുക്കും. പിന്നെ ഇവരായിരിക്കും മാന്യന്മാര്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ഇവർക്ക് നടക്കരുത്. അതിനെന്ത് ചെയ്യണമെന്നറിയോ? എല്ലാവരും പ്രതികരിക്കണം, മാക്സിമം പ്രതികരിക്കണം. ഇവിടെ മരിച്ചതും ഹിന്ദുവാണ്, കൊന്നതും ഹിന്ദുവാണ്. അതുകൊണ്ട് എന്തായി അറിയോ? അതൊരു ഭാഗത്തേക്ക് മാറി നിന്നു. അങ്ങനെ പാടില്ല. ഹിന്ദുവിനായാലും മുസ്ലിമിനായാലും ക്രിസ്ത്യനായാലും ഏതൊരു മതത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, നമ്മൾ ഒറ്റക്കെട്ടായി നിന്നിട്ട് അവർക്ക് കിട്ടാവുന്ന മാക്സിമം ശിക്ഷ നമ്മൾ തന്നെ മേടിച്ചു കൊടുക്കണം. അപ്പോഴേ നാളെ ഇതുപോലെ ഒരാള് മറ്റൊരാളുടെ നേരക്ക് ഈ സദാചാരത്തിന്റെ പേരിലായാലും ശരി അല്ലാതെയും ശരി കൈ ഓങ്ങുമ്പോ അതൊന്ന് ഓർത്തു പോകണം. ഇപ്പൊ നിങ്ങൾക്കറിയാം, തൃശ്ശൂരിലെ നിസാമിന് 38 വർഷമാണ് കോടതി കൊടുത്തിരിക്കണത്. അതെന്തുകൊണ്ടറിയോ? ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട്. കോടികൾ ആസ്തിണ്ട്, എന്നിട്ട് പോലും അയാൾക്ക് അതിന് രക്ഷപ്പെടാൻ പറ്റിയില്ല. അതെന്താ അറിയോ? അതാണ് ജനങ്ങൾ ഇറങ്ങി കളിച്ചാലുള്ള പവർ. അതേപോലെ തന്നെ ഈ വിഷയം ജനങ്ങളിലേക്ക് കൊണ്ടുവരണം. ഇപ്പൊ ഈ മധുവിന്റെ കേസിൽ എത്ര പ്രതികളുണ്ട്. പക്ഷെ മധുവിന്റെ കാര്യത്തിൽ ഈ സംഭവം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അതിനെ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നിരുന്ന ആളുകളും അവിടെ ഈ മണ്ണാർക്കാടില് ഇതിലെ പ്രതിയാ എന്ന് പറയുന്ന ആളുകളെ കുറിച്ചിട്ടും എനിക്ക് അന്ന് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പൊ അതിൽ പെട്ടത് തെളിവിന്റെ അടിസ്ഥാനത്തിലാ. അവര് ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളതല്ല ഈ മധുവിന്റെ വിഷയത്തില്. അത് ആൾക്കൂട്ടാണ്. ഇതങ്ങനെയല്ല. ഈ 4 പ്രതികളാണ്. ഈ 4 പ്രതികൾ എന്ന് പറഞ്ഞാൽ ഇവര് 4 പേരും ഒരിക്കലും ഇനി പുറം ലോകം കാണരുത്. അവർക്ക് ഇനി ഇവരുടെ എന്താ പറയാ, ഇപ്പൊ തൽക്കാലമുള്ള ഈ റിമാൻഡില്ലേ, ഈ റിമാൻഡിന്റെ ശിക്ഷാ കാലാവധി എന്ന് പറഞ്ഞാൽ 90 ദിവസം വരെ അവിടെ ഇടും. അതിനകത്ത് അവർക്ക് ജാമ്യം കിട്ടാം. ആ ജാമ്യം കിട്ടരുത്. ആ ജാമ്യം ജനങ്ങളായിട്ട് നിഷേധിക്കണം. ജനങ്ങൾ അതിന് ശക്തമായിട്ട് ഇറങ്ങണം. അപ്പോഴേ അവർക്കുള്ള ശിക്ഷ എന്താണോ അത് പെട്ടെന്ന് നമ്മുടെ നിയമം നടപ്പിലാക്കൂ. കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഇത് മാക്സിമം ഏറ്റെടുക്കണം. എല്ലാവരും ഈ കാര്യത്തെ കുറിച്ചിട്ട് സ്റ്റോറി ഇട്ടിട്ടും പോസ്റ്റ് ചെയ്തിട്ടും ഇതിനെ കുറിച്ചിട്ടും മാക്സിമം സംസാരിക്കണം. ആ അമ്മയ്ക്കൊരു നീതി കിട്ടണം. ആ അമ്മയുടെ കരച്ചിലുണ്ടല്ലോ, സത്യം പറയാലോ, മരിച്ചു കിടത്തിയിട്ട് പോലും ആ മോന്റെ തലയിൽ നിന്ന് അത്രയും ബ്ലഡ് വരണമെന്നുണ്ടെങ്കിൽ അവര് ചെറുതോതിലോ അതല്ലെങ്കിൽ അപ്പോഴത്തെ ആവേശത്തിനോ ചെയ്ത കാര്യമല്ലാതെ
മരിക്കണം എന്ന് വിചാരിച്ചിട്ട് ആ വീഡിയോയിലെ വോയിസിൽ പറയുന്നുണ്ട്, അവനെ കൊല്ലടാന്നാ പറയുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ. ആ അത്ര പോകുന്ന ചെറിയ പയ്യനോട് ഇത്രയും പ്രായമുള്ള മനുഷ്യന്മാര് ഇത്തരത്തിലുള്ള വൈരാഗ്യം തീർക്കാന് അത് ഇപ്പൊ ഉണ്ടായ ഒരു വൈരാഗ്യം മാതിരിയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എന്താ, ഉത്സവ പറമ്പാണ്, തല്ലുണ്ടാകും. ഉത്സവം, പൂരം എന്നൊക്കെ പറയുന്നത് ഇത്തരം ചെറിയ ചെറിയ കച്ചറകളും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്ന സ്ഥലം തന്നെ. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കണം, എല്ലാത്തിനും ഒരു പരിധി വേണം. അത് സംഭവിച്ചത് അവരുടെ ഉത്സവത്തിനല്ലേ, ഇത് സംഭവിച്ചത് ഇവരുടെ പള്ളിയിൽ നിന്നല്ലേ എന്നുള്ള വേർതിരിവ് കാണിക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. ഈ ജനൻ TV എന്നൊക്കെ പറഞ്ഞ ഈ ചാനൽ ഉണ്ടല്ലോ, അത് വല്ല മുഹമ്മദോ അനീഷോ ഷെരീഫോ അല്ലെങ്കിൽ ഖാദറോ പോക്കരോ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവർക്ക് വേറെ ഒരു ന്യൂസും ഉണ്ടാവില്ല, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് മരിച്ചത് ഒരു ഹിന്ദു ആവും കൊണ്ട്, കൊന്നത് ഒരു ഹിന്ദു ആവും കൊണ്ട് അവർക്ക് പോലും അതിനൊരു താല്പര്യമല്ല. അപ്പൊ അതുകൊണ്ടാ പറയുന്നത്, നമ്മുടെ കൂടപ്പിറപ്പാണ്, നമ്മളെ സഹോദരനാണ്, ആ അമ്മക്ക് നീതി കിട്ടണം, നീതി കിട്ടിയേ പറ്റൂ. അതിന് നിങ്ങൾ എല്ലാവരും മാക്സിമം വീഡിയോസ് ആയാലും ശരി, ഫോട്ടോസ് ആയാലും എല്ലാവരിലേക്കും എത്തിക്കണം. ഈ വിഷയം അങ്ങനെ കെട്ടടങ്ങാൻ അയക്കരുത്. ഇതുപോലൊരു അനുഭവം ഇനി ഒരു അമ്മക്കും അച്ഛനും ഉണ്ടാകാനും പാടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, സ്വന്തം കൂടപ്പിറപ്പിനെ അത്രയും ആളുകൾ തല്ലുന്ന സമയത്തും അതിന്റെ ഇടയിൽ പോയിട്ട് തടുക്കാൻ നിന്ന് ആ പയ്യനെ അവന്റെ കുടുംബത്തിലുള്ള ഒരു പയ്യനെയും പാടെ ഇവര് തല്ലിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ചോരക്ക് പറ്റുമ്പോ മാത്രമേ നമുക്ക് ഈ ആവേശവും പൊള്ളലും എന്നുള്ള തിയറി പാടില്ല. അവനും നമ്മളെ കൂടപ്പിറപ്പാ, നമ്മളെ വീട്ടിലൊരാളാണ്. എന്തിന്റെ പേരിലായാലും ശരി, ഇത്ര ചെറിയ പ്രായത്തിൽ മരണത്തിന് കീഴടങ്ങാന് ആ ചെറുപ്പക്കാരന് കാരണക്കാരായ അവരെ ഒരിക്കലും നമ്മുടെ നിയമോ നമ്മുടെ ജനങ്ങളോ വെറുതെ വിടരുത്. ഈ ഇടയായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങള്, എത്ര വലിയ കൊലപാതകങ്ങളായാലും ശരി, എത്ര വലിയ കണ്ണ് ചോരല്ലാത്ത മറ്റേ ക്രൂരത ആയാലും ശരി, അതിന് 2 പേരിട്ടാ വിളിക്കുന്നത്. ഒന്നല്ലെങ്കിൽ അവൻ മാനസിക രോഗി, അതല്ലെങ്കിൽ അവൻ ലഹരിക്കടിമ. ഈ 2 പേരിട്ടിട്ടാണ് അവരെ വിളിക്കുന്നതെങ്കിൽ അവര് നിയമം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവർക്കൊരു നിശ്ചിത ടൈം കഴിഞ്ഞാൽ അവര് ജാമ്യം കൊടുത്ത് പുറത്തു വിടുകയാണ്. അങ്ങനെ ഈ കേസ് പോവരുത്. ഇതിനെക്കുറിച്ച് ശബ്ദിക്കണം, ഇതിനെക്കുറിച്ച് പ്രതികരിക്കണം. മാക്സിമം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ ന്യൂസിനെ എത്തിക്കുകയും വേണം. മാക്സിമം നിങ്ങൾ ഇതന്നെ ചർച്ചയാക്കി വെക്കണം. പുതിയത് വരുമ്പോ അതിന്റെ പുറകെ പോകാതെ നിലവിൽ പഴയതിന് എന്ത് സംഭവിച്ചു എന്നുള്ളതും കൂടി അറിയണം. കാരണം എന്താ അറിയോ, ഇന്ന് അവരുടെ വീട്ടിലാണ് ഇത് നടന്നേ എന്ന് പറഞ്ഞ് നിങ്ങൾ സമാധാനിക്കണ്ട. ഇതൊക്കെ നിങ്ങളുടെ വീടുകളിലേക്ക് എത്താൻ അധികം താമസമൊന്നുമില്ല. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ. ഒരിക്കലും കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല ആ അമ്മയുടെ ഒരു കരച്ചില്. സത്യം പറയാട്ടോ, വാക്കുകൾ ഇടറുന്നുണ്ട്. കാരണം ആ ഒരമ്മ പറയുന്ന ഒരു വാക്കുണ്ട്, നിന്റെ മോനെ നിനക്ക് മേക്കപ്പ് ഇടണ്ടേ, നിന്റെ മുടി ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഉമ്മയുടെ ഒരു കരച്ചിലുണ്ട്. അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും സങ്കടത്തോടെ ഞാൻ പറയുന്നത്, ഈ വിഷയം നിങ്ങൾ തള്ളിവിടരുത്. ഈ വിഷയം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണം. ചാനൽ വഴിയോ അതല്ലെന്നുണ്ടെങ്കിൽ നിയമപാലകരിൽ നിന്നോ ഇതിനെ കുറിച്ചിട്ട് പ്രത്യേകം ഒന്നും കിട്ടാനില്ല നമുക്ക്. ഇതിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഇറങ്ങണം. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ. 10 ഫോളോവേഴ്സേ നിങ്ങൾക്കുള്ളൂ വെച്ചെങ്കിലും നിങ്ങൾ അത് സ്റ്റോറി ഇടണം, നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കണം. എവിടെയെങ്കിലും ഒരിടത്ത് നിങ്ങളുടെ ശബ്ദം ഒരിക്കൽ ആരെങ്കിലും അംഗീകരിച്ച് തരും. അതുകൊണ്ട് ഈ വിഷയത്തെ കാര്യഗൗരവമായിട്ട് നിങ്ങൾ എടുക്കണം. ഓക്കെ. എന്താണി വേഷം, ഏതാണി രംഗം?